മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ചൂടുകുരു അത് നമുക്ക് എങ്ങനെ മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചൂടുകുരുള്ള കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നമ്മൾ തേങ്ങാപ്പാൽ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതായത് നമുക്കറിയാം, ഈ തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് യാതൊരുവിധ ഡാമേജസോ കാര്യങ്ങളോ തേങ്ങാപ്പാലിൽ കൊണ്ട് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഈ ചൂടുകുരുള്ള സമയത്ത് പൗഡറൊന്നും അധികം യൂസ് ചെയ്യാതിരിക്കുക. കാരണം പൗഡറൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് മറ്റു തരത്തിൽ എന്തെങ്കിലും ഒരു അലർജിയൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് ധാരാളം വെള്ളം കൊടുക്കുക. മീൻസ് എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഒരു ജലാംശം വേണം. ഒന്നാമത് ചൂട് കാലമാണ്, അപ്പോൾ കുഞ്ഞുങ്ങളെ മാക്സിമം വെള്ളം കുടിപ്പിക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കുക. കാരണം തണ്ണിമത്തനൊക്കെ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരം തണുത്ത വെള്ളത്തിൽ ഇടയ്ക്കിടെ ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി അധികം ആശ്വാസം കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തണുത്ത വെള്ളത്തിൽ നമ്മൾ തുടച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ അഴഞ്ഞ വസ്ത്രം ധരിപ്പിക്കുക. അതായത് ഒത്തിരി ടൈറ്റൊക്കെ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പിന്നെയും ഇറിറ്റേഷൻ കൂടുകയോ ഒത്തിരി മുത്തുകളോ പിന്നെ എന്തെങ്കിലും ശരീരത്തിൽ ഇങ്ങനെ കുത്തിക്കയറുന്ന തരത്തിലുള്ള ഇതൊക്കെ ഉള്ള വസ്ത്രങ്ങൾ കുഞ്ഞുങ്ങളെ ധരിപ്പിക്കാതിരിക്കുക. അതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കംഫർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.